നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു, അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടൊരു കാര്യമാണ്. എന്നാൽ ഇസ്രയേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെ കുറിച്ച് തനിക്കൊന്നും തന്നെ അറിയില്ല എന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ തന്നെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഗിഡിയൻ സാർ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, സുരക്ഷാ ക്യാബിനറ്റിൽ ഞാൻ ഉണ്ടായിരുന്നു, ആഭ്യന്തര ഫോറത്തിൽ ഞാൻ ഉണ്ടായിരുന്നു, എന്നാൽ ഇത്തരമൊരു തീരുമാനത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയില്ല എന്നാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ തന്നെ വിദേശകാര്യ മന്ത്രി പറയുന്നത്. നയതന്ത്ര മാർഗത്തിലൂടെ ചർച്ചകൾ നടത്താനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. അതായത് ഇതിനു മുമ്പ് പറഞ്ഞ പോലല്ല, ആക്രമണമോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, നമുക്ക് നയതന്ത്രപരമായിട്ട് തന്നെ ചർച്ചകൾ നടത്താം. ഇസ്രയേലിനറിയാം, ഗസയിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ക്രൂരത കാണിക്കുന്നത് പോലെ മറ്റ് രാജ്യങ്ങളിൽ, അതും ഇറാനെ പോലെയുള്ള സുശക്തമായ ഒരു രാജ്യത്തിൻ്റെ അടുത്ത് ഇസ്രയേലിന്റെ ഭീഷണികളോ അവരുടേതായിട്ടുള്ള മുഷ്ടിയോ കാണിക്കാനായിട്ട് സാധിക്കില്ല എന്ന്. ഇതിനു മുമ്പുള്ള ഒരു സാഹചര്യം ആലോചിച്ച് നോക്കുക. നമ്മൾ കണ്ടൊരു കാര്യമാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതും എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചാക്രമണം ഉണ്ടായതും നമ്മൾ കണ്ട ഒരു വസ്തുതയാണ്. എന്നാൽ ഇസ്രയേലിനെ സംബന്ധിച്ച് വളരെയധികം ആശങ്ക നിറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ പറയുന്നത്, അമേരിക്ക ഒരിക്കലും ഇറാനുമായിട്ടൊരു മോശം കരാറിൽ ഏർപ്പെടരുതെന്നാണ്. ഇതിനു മുമ്പ് അമേരിക്കയുടെ നിർദ്ദേശങ്ങൾ തള്ളിക്കൊണ്ട് നേരിട്ടൊരു ചർച്ചയ്ക്കും ഇറാൻ തയ്യാറായിരുന്നില്ല. ഇറാൻ പറഞ്ഞിരുന്നത് ഇൻഡയറക്റ്റ് ചർച്ച, അതായത് നേരിട്ടല്ലാതെ ഒമാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് മാത്രമേ ഞങ്ങൾ തയ്യാറുള്ളൂ എന്നാണ്. പിന്നീട് അമേരിക്കയും ഇറാന്റെ ഈ ഒരു പ്രസ്താവനയോട് യോജിച്ചുകൊണ്ട് ഈ രണ്ട് കൂട്ടരും ചർച്ച നടത്തുന്ന ഒരു സാഹചര്യമാണ് പിന്നീടുണ്ടായത്. അതിനിടെയാണ് മോശമായിട്ടുള്ളൊരു കരാറിൽ അമേരിക്ക ഇറാനുമായിട്ട് ഉണ്ടാക്കരുത് എന്ന് ഇസ്രയേൽ പറയുന്നത്. ഇസ്രയേലിന്റെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, കാരണം എങ്ങനെയെങ്കിലും ഇറാന്റെ കൈവശം ആണവായുധം എത്തുന്നത് തടയുക. ഒമാന്റെ മധ്യസ്ഥതയിൽ അമേരിക്കയും ഇറാനുമായി നടക്കുന്ന മൂന്നാം ഘട്ട ചർച്ചകൾ ഇന്നത്തെ ദിവസം ശനിയാഴ്ച നടക്കാനായി പോകുകയാണ്. ഇസ്രയേലിന് ആശങ്കപ്പെടാനായിട്ടുള്ള പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്ക പ്രധാന വിഷയങ്ങളിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇസ്രയേലുമായിട്ട് പങ്കുവയ്ക്കുന്നില്ല. ഇതെല്ലാം തന്നെ ഇസ്രയേൽ എന്ന രാജ്യത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. അതിനാൽ തന്നെയാണ് പറയുന്നത്, ഇസ്രയേൽ പറയുന്നത് തിടുക്കപ്പെട്ട് യാതൊരുവിധ തീരുമാനങ്ങൾ, യാതൊരുവിധ കരാറിലും ഏർപ്പെടരുത്, അതൊരു തെറ്റായൊരു കരാറിൽ ഏർപ്പെടരുത് എന്ന് ഇസ്രയേൽ പറയാനായിട്ടുള്ള പ്രധാന കാരണം അവർക്കിടയിൽ തന്നെയുള്ള ഇത്തരം ആശങ്കകളാണ്. മറ്റൊരു വാർത്ത വരുന്നത്, ബ്രിട്ടീഷ് എംപിമാർ, 2 ബ്രിട്ടീഷ് എംപിമാർ, മെമ്പർ ഓഫ് പാർലമെന്റ്, അവർ വെസ്റ്റ് ബാങ്ക് സന്ദർശിക്കുകയുണ്ടായി. വെസ്റ്റ് ബാങ്ക് സന്ദർശിച്ചതിന് ശേഷം അവർ നടത്തിയ നിരവധി പ്രസ്താവനകൾ വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ച ഒന്നാണ്. തടവറയിൽ കുറ്റം ചെയ്യാത്ത ജനങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ കഴിയുന്ന ആയിരക്കണക്കിന് പാലസ്തീനികളെ സംബന്ധിച്ച് ഈ ഒരു വാക്ക് അക്ഷരം പ്രതി ശരിയാണ്. ബ്രിട്ടീഷ് എംപിമാരായിട്ടുള്ള ഷോക്കറ്റ് ആഡവും ആൻഡ്രൂ ജോർജുമാണ് ഈ 2 എംപിമാർ. ഈ ആൻഡ്രൂ ജോർജ് എന്ന് പറയുന്ന ഈ ഒരു എംപിയെ ടെൽ അവീവിലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വളരെയധികം സമയം, ഏകദേശം ഒരു 45 മണിക്കൂറോളം തന്നെ ഇദ്ദേഹത്തെ, MP ആണ് എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കണം, ഇദ്ദേഹത്തെ പോലും 1 മണിക്കൂറോളം തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതി വരെ അവിടെ ഉണ്ടായി. ഇതിനുള്ള പ്രധാന കാരണം ഒന്ന് തന്നെയാണ്, കാരണം അദ്ദേഹം പാലസ്തീനികളുടെ യഥാർത്ഥ അവസ്ഥ അതെന്താണ് എന്നുള്ളത് ലോകത്തെ കാണിക്കാനായിട്ട് ആഗ്രഹിച്ചു. അതിനാൽ തന്നെ അദ്ദേഹത്തെ തടയുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യം പുറത്തു കൊണ്ടുവരാനായി ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ തടഞ്ഞു വെക്കാനായിട്ടാണ് ഇസ്രയേൽ ശ്രമിക്കുന്നതെന്നാണ് ഇവർ ലോകത്തോട് പറയുന്നത്. വെറും സ്റ്റേറ്റ്മെന്റുകൾ, അതായത് മുന്നറിയിപ്പുകൾ മാത്രം നൽകാതെ വേണ്ട ആക്ഷൻ എടുക്കണം. അതായത് ഇസ്രയേലിനെ ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതിനാവശ്യമായിട്ടുള്ള ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതിനിടെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഈ ഹൂതികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക ഏകദേശം 50ഓളം പ്രദേശങ്ങളിലാണിപ്പോൾ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതായത് തലസ്ഥാനമായിട്ടുള്ള സന ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളാണ് ഇപ്പോൾ ആക്രമണത്തിനിരയായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് സൗദി വാർത്താ ഏജൻസി ആയിട്ടുള്ള അൽ അറേബ്യയാണ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.